അപ്പോൾ നമുക്ക് തേർഡ് മൊഡ്യൂൾ ആരംഭിക്കാം. ഈ കാണുന്നതാണ് തേർഡ് മൊഡ്യൂൾ. ഇതിനകത്ത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് ആദ്യം വരുന്നത്. PHP സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണെന്നും അതിനുശേഷം ചില എക്സാമ്പിൾസ്, സ്റ്റേറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് PHP. ഈ അഡ്വാൻറ്റേജസ് ഓഫ് PHP റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, തിയറി എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഒരു PHP പ്രോഗ്രാം വർക്കിംഗ് ആക്കി എടുക്കുക. PHP പ്രോഗ്രാം വർക്കിംഗ് ആക്കി എടുക്കണമെങ്കിൽ മെയിനായിട്ട് അതിന് അപ്പാച്ചെ എന്ന് പറയുന്ന ഒരു സെർവർ വേണം, ഒരു ഡാറ്റാബേസ് വേണം, പിന്നെ PHPയുടെ ഒരു എൻവയോൺമെൻറ്റും വേണം. അതായത് അത് കമ്പൈലർ പോലത്തെ സാധനം, C കമ്പൈലറൊക്കെ പോലെ PHPയുടെ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിലാണ്. അതുകൊണ്ടാണ് അപ്പാച്ചയുടെ സെർവർ വേണ്ടിയത്. പിന്നെ ഈ കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് പാർട്ട് തിയറി പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ നോട്ടുകൾ ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു സെർവർ സൈഡ് റെഫേഴ്സ് ടു operations that are performed by the server in a client server relationship in computer network. അതായത് ഒരു ക്ലയൻറ്റ് സെർവർ സെറ്റപ്പിൽ ഒരു ക്ലയൻറ്റും ഒരു സെർവറുമായിട്ട് വർക്ക് ചെയ്യുന്ന, നെറ്റ്വർക്ക് ടൈപ്പിലൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ വെബും എപ്പോഴും ക്ലയൻറ്റ് സെർവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വെബ് സെർവർ കാണും, ഒരു ക്ലയൻറ്റ് കാണും. ക്ലയൻറ്റ് എന്ന് പറയുന്നത് ബ്രൗസറാണ്. അപ്പോൾ അതൊരു ക്ലയൻറ്റ് സെർവർ സെറ്റപ്പാണ്. കാരണം ഒരു സെർവറിലാണ് നമ്മുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. അത് നമുക്കൊരു ക്ലയൻറ്റ് വഴി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു ക്ലയൻറ്റ് സെർവർ ഇൻട്രാക്ഷൻ എക്സാമ്പിളാണ്. അങ്ങനെയുള്ള കേസിൽ സെർവർ സൈഡിൽ നടക്കുന്ന കാര്യങ്ങൾക്കാണ് സെർവർ സൈഡ് എന്ന് പറയുന്നത്, സെർവർ സൈഡ് ഓപ്പറേഷൻ. അപ്പോൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെർവർ സൈഡിൽ നടക്കുന്ന സ്ക്രിപ്റ്റിങ്ങിനായിരിക്കും അത് പറയുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് is a technique used in web development which involves employing scripts on web server which produces a response customized to each user. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ facebook.com ഇൻ്റർനെറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് നമ്മുടെ ക്ലയൻറ്റ്, അതായത് ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ റിക്വസ്റ്റ് നേരെ ചെല്ലുന്നത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സെർവറിലേക്കാണ്. അപ്പോൾ ആ സെർവറിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ഒരു PHP കോഡാണ് റൺ ചെയ്യുന്നത്. അതിനാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണുന്നത്? നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കാണാൻ പറ്റുന്നത്. അതുപോലെ വേറൊരാൾ ലോഗിൻ ചെയ്താൽ വേറൊരാൾക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അങ്ങനെ ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെർവർ സൈഡിൽ ഓടുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ വായിച്ചു നോക്കാം. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഇൻ വെബ് ഡെവലപ്മെന്റ് വിച്ച് ഇൻവോൾവ്സ് എംപ്ലോയിങ് സ്ക്രിപ്റ്റ്സ് ഓൺ വെബ് സെർവർ. വെബ് സെർവറിലാണ് അത് ഓടുന്നത്. വെബ് സെർവർ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. എംപ്ലോയിങ് സ്ക്രിപ്റ്റ്സ് ഓൺ വെബ് സെർവർ. എന്നിട്ട് ഇറ്റ് produces a response customized for each user's request to the website. അതായത് ഞാൻ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഹോം പേജ് ആയിരിക്കും കിട്ടുക, നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഹോം പേജ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവറിൽ ഓടുന്ന ഒരു പ്രോഗ്രാമിനാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഈസ് യൂസ്ഡ് അറ്റ് ദ ബാക്ക് എൻഡ് where the source code is not viewable or hidden at the client side. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ബാക്ക് എൻഡിലാണ് ഓടുന്നത്. ബാക്ക് എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ സെർവറാണ്. സോഴ്സ് കോഡ് ഈസ് നോട്ട് വ്യൂവബിൾ ഓർ ഹിഡൻ അറ്റ് ദ ക്ലയൻറ്റ് സൈഡ്. ക്ലയൻറ്റ് സൈഡിൽ, അതായത് ബ്രൗസറിൽ നിന്ന് നോക്കിയാൽ PHP കോഡൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ സെർവർ സൈഡ് കോഡ് കാണാൻ പറ്റില്ല. ക്ലയൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബ്രൗസറാണ്. സെർവർ സൈഡ് കോഡിങ്ങിന് എക്സാമ്പിളാണ് PHP. അതാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ് സിലബസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഡിസ്ക്രൈബ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ലിസ്റ്റ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, അത് ലിസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. PHP, ASP.NET എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ജാവ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. പൈത്തൺ നിങ്ങൾ പഠിച്ചത് സെർവർ സൈഡാണ്. റൂബി എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ട്. പേൾ എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ട്. Node.js എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റിൻ്റെ വേറൊരു വേർഷനാണ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ശരിക്കും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. അതിൽ Node.js എന്ന് പറയുന്ന വേറൊരു വേർഷൻ ഉണ്ട്, അത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. ശരിക്കും എസെൻഷ്യലി പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നതും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗുമാണ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗുമാണ്. രണ്ട് സൈഡിലും അത് ഓടും. പക്ഷെ നിങ്ങൾ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഒന്നും എഴുതണ്ട, കാരണം ചിലപ്പം അത് കറക്റ്റ് അല്ലെന്ന് എക്സാം വാല്യൂ ചെയ്യുന്ന ഒരു ഓർത്തെന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും അത് രണ്ട് സൈഡിലും ഓടുന്ന സ്ക്രിപ്റ്റാണ്. നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങളത് ഓർത്ത് വയ്ക്കുക. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയിട്ടാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, പക്ഷേ അത് സെർവർ സൈഡിലും യൂസ് ചെയ്യാം.
ഇപ്പം Node.js എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ വേറൊരു വേർഷനാണ്, അത് സെർവറിൽ ഓടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത നമ്മുടെ ടോപ്പിക്ക് അഡ്വാൻറ്റേജസ് ഓഫ് PHP ആണ്. സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് PHP. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് PHP, ഒന്നാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമ്മൾ ഏതൊരു കാര്യം മേടിക്കുമ്പോൾ നമുക്ക് ആദ്യം അത് ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ്. അതുതന്നെയാണ് PHPയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഫ്രീ ആണ് സാധനം, പൈസ ഒന്നും കൊടുക്കണ്ട, ഓപ്പൺ സോഴ്സ് ആണ്, ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് കോഡുകൾ, ഇപ്പോൾ അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ചില ഫംഗ്ഷനുകളൊക്കെ കാണും. ആ ഫംഗ്ഷൻ എഴുതിയേക്കുന്നതിൻ്റെ കോഡൊക്കെ നമുക്ക് ഇപ്പം C ആണെങ്കിൽ printf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അത് printf എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, അതിന് കുറേ ഇൻബിൽറ്റ് കമാൻഡുകളൊക്കെ അവർ എഴുതിയിട്ടുണ്ടാകും അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ PHPയിലും അതുപോലെയുള്ള ഫംഗ്ഷനുകളുടെയും PHPയുടെ മൊഡ്യൂളുകളുടെയും എല്ലാം കോഡുകൾ അവൈലബിൾ ആണ്. നമുക്കത് എഡിറ്റ് ചെയ്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ മോഡിഫൈ ചെയ്തൊക്കെ എടുക്കാം. അതാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. ലിനക്സ് ഓപ്പൺ സോഴ്സ് ആണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ കോഡിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരുത്താം. അതുപോലെ PHP എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. സോഴ്സ് കോഡ് ഈസ് ഓപ്പൺലി അവൈലബിൾ ഫോർ എഡിറ്റിംഗ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. പോയിന്റ്സ് ഇട്ട് എഴുതുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ട് അങ്ങനെ ഓർത്ത് വെക്കുക. രണ്ടാമത്തേത് ഈസി ആൻഡ് സിമ്പിൾ ടു ലേൺ. വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ, അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഈസി ആൻഡ് സിമ്പിൾ ടു ലേൺ. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ആർക്കും വായിച്ചാൽ മനസ്സിലാകാവുന്ന സിൻടാക്സ് ആണ്. പ്രത്യേകിച്ച് C പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചവർക്ക് ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ PHP ആദ്യം വർക്ക് ചെയ്യുമ്പം ഞാൻ അതിൽ പഠിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ്ലി കോഡ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സിസ്റ്റിംഗ് കോഡ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങൾ ഇന്ന കാര്യം. അതായത് പ്രത്യേകം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസ് അറിയാമെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് തുടങ്ങാൻ പറ്റും. പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. അതാണ് സിമ്പിൾ ആൻഡ് ഈസി ടു ലേൺ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോം. വർക്ക്സ് ഇൻ വിൻഡോസിൽ വർക്ക് ചെയ്യും, ലിനക്സിൽ വർക്ക് ചെയ്യും, സോളാരിസിൽ വർക്ക് ചെയ്യും, പല ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ വർക്ക് ചെയ്യും. പിന്നെ ക്യാൻ ബി ഈസിലി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് അതർ ലാംഗ്വേജസ് ലൈക്ക് ജാവ. ഇതിനകത്ത് ജാവയൊക്കെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം, HTML-നകത്തിടാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഓൾസോ വർക്ക്സ് വിത്ത് ഡാറ്റാബേസസ് ലൈക്ക് MySQL, അപ്പാഷെ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ജാവ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് PHPയുടെ പാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. PHPയും ജാവയും മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ PHPന്ന് ജാവ വിളിക്കാൻ പറ്റും, ജാവയിൽ നിന്ന് PHP വിളിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാനും ഈസി ആയിട്ട് കുറേ ഫംഗ്ഷൻസ്, ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് ഒക്കെ അതിനകത്തുണ്ട്. ആ ഫംഗ്ഷൻ വിളിച്ച് അപ്പോൾ തന്നെ ഡാറ്റാബേസുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെ കുറേ ഗുണമുണ്ട്. അതാണ് ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇതിൽ വരുന്നത്. ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഈ പോയിന്റ്സ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു അഡീഷണൽ പോയിന്റായിട്ട്, നാലാമത്തെ പോയിന്റായിട്ട് വേണമെങ്കിലും എഴുതാം. ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എഴുതുന്നത്. അതല്ല, അടുത്തൊരു പോയിന്റായിട്ട് എഴുതി ക്യാൻ ബി ഈസിലി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് അതർ ലാംഗ്വേജ് ലൈക്ക് ജാവ, ഓൾസോ വർക്ക്സ് വിത്ത് ഡാറ്റാബേസ് ലൈക്ക് MySQL, അപ്പാഷെ എക്സെട്ര. ഇനി അഞ്ചാമത്തെ പോയിന്റായിട്ട് ഇത് സ്റ്റേബിൾ ആൻഡ് സെക്യൂർ. വളരെ കാലങ്ങളായിട്ട് ഇത് യൂസ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെയധികം ഇതിൽ ഡെവലപ്മെൻറ്റ്സ് ഇതിൽ ഒത്തിരി നടന്നിട്ടുണ്ട്. ഇത് സ്റ്റേബിൾ ആണ്, കാരണം ഒരു വെബ്സൈറ്റ് ഇത് വെച്ച് ഡെവലപ്പ് ചെയ്താൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസ് കുറവാണ്. അതാണ് സെക്യൂർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ ഒത്തിരി പേര് പാരലലി ആക്സസ് ചെയ്താൽ അത് ഡൗൺ ആയി പോകാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. 5. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് ടാഗ് ബേസ്ഡ്. നമ്മൾ ഇതുവരെ പഠിച്ച HTML ലാംഗ്വേജ് ഒക്കെ ടാഗ് ബേസ്ഡ് ആയിരുന്നു. ഇത് ടാഗ് ബേസ്ഡ് അല്ല. നമുക്ക് സാധാരണ C ഒക്കെ പ്രോഗ്രാം എഴുതുന്ന പോലെ കമാൻഡ്സ് എഴുതി പോകാം, ടാഗിൻ്റെ ആവശ്യമില്ല. പക്ഷേ ബേസിക്കലി ഒരു ഫുൾ കോഡ് ഒരു ടാഗിനകത്താണ്. അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് ക്യാൻ ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് HTML ടാഗ്. HTML ടാഗുകൾക്ക് ഇടയ്ക്ക് നമുക്ക് PHP ഇട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയാണ് PHPയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് ആണ് സിലബസിൽ മൂന്നാമത് പറഞ്ഞേക്കുന്നത്. അടുത്തത് ഡിസ്ക്രൈബ് ഹൗ അപ്പാഷെ MySQL ആൻഡ് PHP ആർ കോൺഫിഗേർഡ്. അപ്പം നമുക്ക് PHPയുടെ പറ്റി പറഞ്ഞപ്പോൾ അത് പറഞ്ഞ് സെർവർ സൈഡിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സെർവർ നമ്മൾ വേണം. സാധാരണ നമ്മൾ ഇതുവരെ എഴുതിയ കോഡുകളെല്ലാം HTML പേജായിട്ട് സേവ് ചെയ്തിട്ട് വെറുതെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്താൽ മതിയായിരുന്നു, വർക്ക് ചെയ്യും. ഇതും ബ്രൗസറിൽ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അത് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യണം. സെർവറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് HTML ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ആ HTML ബ്രൗസറിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എസെൻഷ്യലി നമ്മൾ ബ്രൗസറിൽ നിന്ന് തന്നെ ആയിരിക്കും കാണുന്നത്. പക്ഷേ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ സെർവർ വേണം. ആ സെർവറിൻ്റെ പേരാണ് അപ്പാഷെ. അതുപോലെ ഒരു വെബ്സൈറ്റ് ആകുമ്പോൾ എന്തായാലും നമുക്ക് കുറേ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യേണ്ടി വരും. അതിന് ഡാറ്റാബേസ് വേണം. അതാണ് MySQL. ഇനി PHP എക്സിക്യൂട്ട് ചെയ്യുന്ന കമ്പൈലർ പോലത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റ്, അതിൻ്റെ ഒരു ടൂളാണ് PHP എന്ന് പറയുന്ന സാധനം. PHP പ്രോഗ്രാം C കമ്പൈലർ, C
സി കമ്പൈലറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ PHPയുടെ ഒരു എൻവയോൺമെൻറ്റ് വേണം. അപ്പോൾ കോൺഫിഗറിങ് PHP ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്സ്, PHP ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് കൺവീനിയൻറ്റ് വേ ടു ഇൻസ്റ്റാൾ ആൻഡ് കോൺഫിഗർ first and most convenient way is to install and configure an AMP എന്ന് പറഞ്ഞാൽ Apache, MySQL, PHP ഇത് മൂന്നും കൂടെ ഉള്ള പാക്കേജ് ആയിട്ട് കിട്ടും. ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു എളുപ്പമുള്ള മെത്തേഡ്. രണ്ടാമത്തെ, അതായത് പണ്ട് ഇത് ആദ്യം ഡെവലപ്പ് ചെയ്ത കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്നത് സെക്കൻഡ് വേ ഈസ് ടു ഇൻസ്റ്റാൾ ആൻഡ് കോൺഫിഗർ ഈച്ച് കമ്പോണൻറ്റ് സെപ്പറേറ്റ്ലി, മൂന്നും സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര തിയറി പാർട്ടാണ്. ഇത് ഈ സബ്ജക്റ്റിൻ്റെ എൻ്റയർ ഫ്ലോ ആയിട്ട് മാച്ച് ചെയ്യാത്ത ഒരു സിലബസ് പാർട്ടാണിത്. പക്ഷേ എന്നിരുന്നാലും ഇത് എന്താ പറയുക, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വെറുതെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ സ്റ്റെപ്പുകളേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും അത് എസെൻഷ്യലി എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ ഇതിവിടെ ഈ സിലബസിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ അവർ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത് കോൺഫിഗർ ചെയ്യാനായിട്ട് ഇതാണ് ചെയ്യുന്നത്, എഴുതിയെടുക്കുക. തിയറിയാണ്, വായിച്ചാൽ മനസ്സിലാകുന്നുള്ളൂ. സാധാരണ ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് കൊടുക്കാറാണ്, ഇപ്പോൾ എന്തായാലും പഠിപ്പിച്ചേക്കാം. റിക്വയർഡ് സോഫ്റ്റ്വെയർ, വേണ്ട സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണ് PHP കോൺഫിഗർ ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. PHP കോൺഫിഗർ ചെയ്യണമെങ്കിൽ Apache വേണം, MySQL ഡാറ്റാബേസ് വേണം, PHPയുടെ എൻവയോൺമെൻറ്റ് വേണം. ഇത് മൂന്നും കൂടെ പാക്കേജ് ആയിട്ട് കിട്ടുന്നത് ഇൻസ്റ്റാൾ ചെയ്യാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ മൂന്നും സെപ്പറേറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യാം. രണ്ടും നമുക്ക് പഠിക്കാം. എന്തായാലും രണ്ടും ചെയ്യണമെങ്കിലും നമുക്ക് ഈ പറയുന്ന അത്രയും കാര്യങ്ങൾ വേണം. റിക്വയർഡ് സോഫ്റ്റ്വെയർ എന്തൊക്കെ വേണമെന്നാണ് പറയാൻ പോകുന്നത്. യു വിൽ നീഡ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ. ഒന്നാമത്തെ ഒരു IDE വേണം. IDE എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഞാൻ ഉപയോഗിക്കുന്ന ജിയാനി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. കാരണം ഇവിടെ ഇട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റർ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എഡിറ്റർ, എന്തെങ്കിലും ഒരു എഡിറ്റർ വേണം PHP എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വെബ് സെർവർ വേണം. typically development and debugging is performed on a local web server വേണം. നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഒരു വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യണം. അതാണ് Apache എന്ന് പറയുന്നത്. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മളൊരു പ്രോഗ്രാം എഴുതിയാൽ ആ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ അത് കമ്പൈൽ ചെയ്യണമെങ്കിൽ ഈ കേസിൽ എന്ത് വേണം? വെബ് സെർവർ വേണം. അപ്പോൾ അങ്ങനെ വെബ് സെർവർ വേണമെങ്കിൽ നമുക്ക് എപ്പോഴും വേറൊരാളുടെ വെബ് സെർവറിൽ കൊണ്ടിടാൻ പറ്റില്ല. നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്യണം. പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ്, ആക്ച്വലി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റ് വേറെ ആർക്കെങ്കിലും കിട്ടണമെങ്കിൽ അത് ആക്ച്വലി വേറെ ഉള്ള ഒരു നല്ലൊരു വെബ് സെർവറിൽ ഇടേണ്ടി വരും. പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലുള്ള ഒരു വെബ് സെർവറിൽ ഇടേണ്ടി വരും. കൺഫ്യൂഷൻ ആവുമെങ്കിൽ ഇത് മാറ്റിയേക്കാം, എഴുതണമെന്നില്ല. അടുത്ത് PHP സപ്പോർട്ട് ക്യാൻ ബി ആഡഡ് ടു നമ്പർ ഓഫ് വെബ് സെർവേഴ്സ്. പല വെബ് സെർവറുകളുണ്ട്, IIS ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. Apache Tomcat എന്നൊക്കെ പറഞ്ഞ് പലതുണ്ട്. ബട്ട് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇസ് Apache HTTP സെർവർ. Apache HTTP സെർവറാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൂന്നാമത് വേണ്ടിയത് ഒരു PHP എഞ്ചിൻ വേണം. PHP എഞ്ചിനാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ കമ്പൈലർ പോലത്തെ സാധനം. ഇറ്റ് ഈസ് എ കോഡ് ദാറ്റ് സിറ്റ്സ് ഓൺ ദ വെബ് സെർവർ. ഈ നേരത്തെ ഉള്ള വെബ് സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വേറൊരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു കോഡാണ് PHP എഞ്ചിൻ എന്ന് പറയുന്നത്. ആൻഡ് റൺസ് PHP സ്ക്രിപ്റ്റ്. അതാണ് PHP സ്ക്രിപ്റ്റിനെ റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുന്നത്. This is the supported version is PHP 5. PHP വെബ് എഞ്ചിന് പല വെർഷനുകളുണ്ട്. അതിൽ PHP 5 ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഡാറ്റാബേസ് സെർവർ വേണം. ഡാറ്റാബേസ് സെർവർ സാധാരണ MySQL ആണ് യൂസ് ചെയ്യുന്നത്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, പല സെർവറുകളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിക്വയർഡ് സോഫ്റ്റ്വെയറിനകത്ത് വേണ്ടിയത്. PHP റൺ ചെയ്യണമെങ്കിൽ വേണ്ടിയ സോഫ്റ്റ്വെയറുകൾ ഇത്രയാണ്. ഇപ്പോൾ രണ്ട് രീതിയിൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നാമത്തേത് AMP പാക്കേജ്. AMP എന്ന് പറഞ്ഞാൽ Apache, MySQL, PHP മൂന്നും കൂടെ ഉള്ള പാക്കേജ്. അപ്പോൾ യൂസിങ് എൻ AMP പാക്കേജ് ഇത് വളരെ സിമ്പിളാണ്. ഡൗൺലോഡ് XAMP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രോസ്. ഇത് മൂന്നും കൂടെ ഉള്ള ഒരു പാക്കേജാണ്. അത് ചില കമ്പനികളൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മൂന്നും കൂടെ ഒന്നിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. എന്തായാലും ഇത് മൂന്നും വേണം PHP വർക്ക് ചെയ്യാൻ. അപ്പോൾ പിന്നെ മൂന്നും കൂടെ ഒന്നിച്ചൊരു പാക്കേജ് ആക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ. അത് AMP എന്ന് പറഞ്ഞാൽ Apache, MySQL, PHP. ഈ P എന്ന് പറയുന്നത് പാക്കേജാണ്. X എന്ന് പറഞ്ഞാൽ ഏതിലും വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇത് പല ടൈപ്പ് ഉണ്ട്. WAMP എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. W എന്ന് പറഞ്ഞാൽ വിൻഡോസിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ LAMP എന്നുണ്ട്, ലിനക്സിൽ വർക്ക് ചെയ്യുന്ന. L ഫോർ ലിനക്സ്, AMP. അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് രണ്ടിലും ക്രോസ് പ്ലാറ്റ്ഫോം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വേറൊരു വെർഷനാണ് XAMP എന്ന് പറയുന്നത്. ഈസ് എ ക്രോസ് പ്ലാറ്റ്ഫോം സർവീസ് ആസ് ഇറ്റ് വർക്ക്സ് വിത്ത് പ്ലാറ്റ്ഫോംസ് ലൈക്ക് Mac, ലിനക്സ്, വിൻഡോസ് എക്സെട്ര എല്ലാത്തിലും വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് രണ്ട് മെത്തേഡിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞു.
കോൺഫിഗർ ചെയ്യുന്ന രണ്ട് മെത്തേഡ്, ഒന്ന് എല്ലാം കൂടെ ഒന്നിച്ചുള്ള പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനെപ്പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ പാക്കേജ് ഡൗൺലോഡ് ചെയ്യുക. when the download is complete, run the .exe file. മൈക്രോസോഫ്റ്റ് വിസ്റ്റ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസർ ആക്സസ് കൺട്രോൾ ഫീച്ചറൊക്കെ ഡിസേബിൾ ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ഇത് കാരണം ഒരു സെർവറാണ്, ഇതിന് നമ്മുടെ കമ്പ്യൂട്ടറിൽ വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും. അതുകൊണ്ട് പെർമിഷൻസ് ഒക്കെ ചിലപ്പം നമ്മൾ ഓവർകം ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് ഈ കേസിൽ യൂസർ ആക്സസ് കൺട്രോൾ ഡിസേബിൾ ചെയ്തിട്ടാലേ ഉള്ളൂ ഇൻസ്റ്റാൾ ആവുകയുള്ളൂ. അപ്പോൾ അടുത്തത് when given the option to install Apache server and MySQL server and service, select them. അതായത് അപ്പാച്ചെ സെർവർ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചോദിക്കും ഏതൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അപ്പാച്ചെ സെർവറും MySQL ഡാറ്റാബേസും സെലക്ട് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. ഇഫ് യു ആർ ഇത് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. ഇഫ് യു ആർ യൂസിങ് ദ സെലക്ട് എക്സ്ട്രാക്ടിങ്, അതായത് നമ്മൾ വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഇത് വേണമെങ്കിൽ വിട്ടേര്. അപ്പം നമ്മൾ വേറെ ഒരു പാക്കേജ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് സ്വന്തമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റൺ ദ സെറ്റപ്പ് സാം ഫയൽ റൺ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇതിപ്പം വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. XAMP ഫയലാണെങ്കിൽ ആ കോൺഫിഗറേഷൻ ഫയൽ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യും. അപ്പോൾ അത് മാത്രം പറഞ്ഞാൽ മതി. ഇതൊരു തിയറി എക്സാമിന് എഴുതാൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റാം. The XAMP installer runs the config file automatically. അപ്പോൾ അതിനകത്തൊരു കോൺഫിഗറേഷൻ ഫയലുണ്ട്. ആ കോൺഫിഗറേഷൻ ഫയൽ ഇതാണെങ്കിൽ നമ്മളെ പാക്കേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യും. അതല്ലാതെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും നമ്മൾ സിപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ്ലി റൺ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തിയറിക്ക് എഴുതാൻ വേണ്ടി അത്രയല്ല ഓർത്തിരുന്ന് എഴുതാൻ പാടായതുകൊണ്ടാണ് ഞാൻ ആ പാർട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ അങ്ങനെ കോൺഫിഗറേഷൻ ഫയൽ അത് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യും. ആഫ്റ്റർ കോൺഫിഗറേഷൻ അതായത് കോൺഫിഗറേഷൻ ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ദ സാം കൺട്രോൾ പാനൽ ആൻഡ് ചെക്ക് ദാറ്റ് ദ മൊഡ്യൂൾസ് ദാറ്റ് ആർ ഇൻസ്റ്റാൾഡ് ആൻഡ് സർവീസ് ആർ ഓൾറെഡി റണ്ണിങ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത കാര്യങ്ങൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഏതൊക്കെ സർവീസസ് ഓപ്പൺ അല്ലെങ്കിൽ റണ്ണിങ്, ഇൻസ്റ്റാൾഡ് ഏതൊക്കെയാണ്, സ്റ്റോപ്ഡ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് ഈ പറയുന്ന അപ്പാച്ചെ എന്ന് പറയുന്നത് MySQLും റണ്ണിങ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് പാക്കേജ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ളത്. ഇത് തിയറിയാണ്. അപ്പോൾ ഇത് എഴുതിയെടുത്തിട്ട് യൂസിങ് AMP പാക്കേജ് ഫസ്റ്റ് മെത്തേഡാണ്. മൂന്നും കൂടെ ഉള്ള പാക്കേജ് ഡൗൺലോഡ് ചെയ്യുക. വിൻഡോസ് ആണെങ്കിൽ പെർമിഷൻസ് ഒക്കെ കൊടുക്കുക, ആദ്യം റൺ ചെയ്യുക. വിൻഡോസ് ആണെങ്കിൽ പെർമിഷൻസ് ഒക്കെ കൊടുക്കുക, അത് കഴിഞ്ഞ് റൺ കൊടുക്കുക. അത് കഴിഞ്ഞ് അപ്പാച്ചയും MySQL സെർവറും സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കോൺഫിഗറേഷൻ ഫയൽ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യും. കോൺഫിഗറേഷൻ ഫയൽ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ പാനൽ എടുത്തിട്ട് സാമ്പിൻ്റെ കൺട്രോൾ പാനൽ എടുത്തിട്ട് അതിനകത്ത് സർവീസസ് റണ്ണിങ് ആണെന്ന് ഉറപ്പുവരുത്താം. അത്രേ ഉള്ളൂ. മൂന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്യും. ഇനി മൂന്നും സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളിങ് കമ്പോണൻറ്റ് സെപ്പറേറ്റ്ലി. അതിൽ ആദ്യം അപ്പാച്ചെ സെർവർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇത് തന്നെ സെയിം പ്രൊസീജിയറാണ്. ഡൗൺലോഡ് അപ്പാച്ചെ 2 HTTP സെർവർ ഇൻസ്റ്റാൾ ചെയ്യുക. റൺ ദ ഇൻസ്റ്റലേഷൻ ഫയൽ .msi എന്നായിരിക്കും അതിൻ്റെ എക്സ്റ്റൻഷൻ. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. അതിൽ ഇൻസ്ട്രക്ഷൻസ് നെക്സ്റ്റ് ഒക്കെ അടിച്ചടിച്ച് പോവുക. ഇൻസ്റ്റാൾ ദ അപ്പാച്ചെ സെർവർ ടു എ ലൊക്കേഷൻ. ഏത് ലൊക്കേഷൻ വേണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബ്രൗസ് ചെയ്ത ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. വെൻ ഇൻസ്റ്റലേഷൻ ഈസ് കംപ്ലീറ്റ് റീസ്റ്റാർട്ട് ദ അപ്പാച്ചെ സെർവർ. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ അപ്പാച്ചെ സെർവറിൽ തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് വെച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക. To check that installation is successful, run the browser and enter the following URL: http:/localhost എന്ന് അടിക്കുക. അപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന അപ്പാച്ചെ സെർവർ ലോക്കലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ സെർവർ ആക്സസ് ചെയ്യാനുള്ള URL എന്ന് പറയുന്നത് ഈ ഹൈലൈറ്റ് ചെയ്തിട്ടേക്കുന്നതായിരിക്കും. ലോക്കൽ ഹോസ്റ്റ് എന്നായിരിക്കും അതിൻ്റെ പേര്. അപ്പോൾ ഒരു ടെസ്റ്റ് പേജ് നമുക്ക് കാണാൻ പറ്റും. ടെസ്റ്റ് പേജ് കാണാൻ പറ്റിയാൽ അതിൻ്റെ അർത്ഥം PHP ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് കണ്ടില്ല, ഇത് അപ്പാച്ചെ 2ൻ്റെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഹോം പേജ്. അപ്പോൾ നിങ്ങൾ അപ്പാച്ചയുടെ വേറെ വെർഷനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ വേറെ പേജ് ആയിരിക്കും കാണാൻ പറ്റുക. ഇപ്പോൾ എൻ്റെ സെർവറിൽ ഇത് ഇൻസ്റ്റാൾഡ് ആണ്, കറക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ലോക്കൽ ഹോസ്റ്റ് എന്ന് ബ്രൗസറിൽ അടിച്ചപ്പോൾ ആ പേജ് കാണാം. ദ അപ്പാച്ചെ വെൽക്കം ടെസ്റ്റ് പേജ് ഓപ്പൺസ്. അപ്പോൾ മൂന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആദ്യം അപ്പാച്ചെ സെർവർ ഇൻസ്റ്റാൾ ചെയ്യുക, രണ്ടാമത്തെ PHP എഞ്ചിൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതുപോലെ തന്നെ വീണ്ടും ചെയ്യുക. ഡൗൺലോഡ് വിൻഡോസ് ബൈനറി ഇൻസ്റ്റലേഷൻ ഫോർ PHP 5 ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ഈസ് കംപ്ലീറ്റ്. റൺ ദ .msi ഇൻസ്റ്റലേഷൻ ഫയൽ. ഇൻസ്റ്റലേഷൻ വിസാർഡ് പോവും.
ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളത് ഓൺ അപ്പാച്ചെ കോൺഫിഗറേഷൻ ഡയറക്ടറി പാനൽ. അത് ചോദിക്കും, നെക്സ്റ്റ് അടിച്ചു പോകുമ്പോൾ ഇങ്ങനെ ഒരു പാനൽ വരും, കോൺഫിഗറേഷൻ ഡയറക്ടറി പാനൽ. സ്പെസിഫൈ ദ ഡയറക്ടറി വേർ ദ HTTP config ഫയൽ ഈസ് ലൊക്കേറ്റഡ്. ദ ഡീഫോൾട്ട് സെറ്റിംഗ് വിൽ ബി ഇങ്ങനെയായിരിക്കും, സി പ്രോഗ്രാം ഫയൽസ് അപ്പാച്ചെ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ അപ്പാച്ചയുടെ ഒരു വേർഷൻ, ഏത് വേർഷനാണോ യൂസ് ചെയ്യുന്നത് അത് അപ്പാച്ചെ 2 ആണെങ്കിൽ 2 എന്നൊക്കെ ആയിരിക്കും, 2.0 എന്നൊക്കെ ആയിരിക്കും. .config എന്ന് പറയുന്ന ഫയലിലായിരിക്കും. PHP പ്രോസസ്സിംഗ് വിൽ ബി എനേബിൾഡ് ഓട്ടോമാറ്റിക്കലി. PHP പ്രോസസ്സിംഗ് എനേബിൾ ആവും. അപ്പോൾ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. വെൻ വി യൂസ് MySQL ഡാറ്റാബേസ് അടുത്തത് കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ വേണോ പാർഷ്യൽ ഇൻസ്റ്റലേഷൻ വേണോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് MySQL ഡാറ്റാബേസും ഒക്കെ വേണ്ടിയത് കൊണ്ട് കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ കൊടുക്കുക. ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ ഈസ് കംപ്ലീറ്റ് റീസ്റ്റാർട്ട് അപ്പാച്ചെ സെർവർ. ഇതിനകത്ത് 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതേ ഉള്ളൂ. ഒന്ന്, കോൺഫിഗറേഷൻ ഡയറക്ടറി പാനലിൽ കോൺഫിഗറേഷൻ ഫയലിൻ്റെ HTTPD config എന്ന് പറയുന്ന ഫയലിൻ്റെ പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. അതുപോലെ കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ സെലക്ട് ചെയ്യുക, ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ PHP എൻജിൻ മര്യാദയ്ക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓപ്പൺ എ നോട്ട് പാഡ് ഓർ ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുക, ക്രിയേറ്റ് എ ഫയൽ, ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇതൊരു സിമ്പിൾ PHP കോഡാണ്. PHP ഹാസ് ബീൻ ഇൻസ്റ്റാൾ സക്സസ്ഫുള്ളി എന്നിടുക. ഇത് നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ് സാധാരണ തിയറി പാർട്ടിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇത്രയും ഇത് PHP ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇത്രയും സ്റ്റെപ്പ് മതി. PHP ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനകത്ത് സേവ് ദ ഫയൽ ഇൻ ഒരു ഫോൾഡർ ഉണ്ട്. നമ്മൾ ഈ PHP ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു PHP www എന്നൊക്കെ പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് ഈ ഫയൽ test.php എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടന്റ് ഇതായിട്ട് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് സി പ്രോഗ്രാം ഫയൽസ് അപ്പാച്ചെ ഈ HT ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മൾ മുമ്പേ സെലക്ട് ചെയ്ത ഫോൾഡറിന് അടുത്ത് തന്നെ ഉള്ളൊരു ഫോൾഡറാണ് HT ഡോക്സിനകത്ത് ഇങ്ങനെ സേവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും പോയിട്ട് ലോക്കൽ ഹോസ്റ്റ് /test.php എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പേജ് കാണണം, ഈ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. PHP ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ അതിൻ്റെ അർത്ഥം PHP ഇൻസ്റ്റാൾ ആയെന്നാണ്. സെർവർ ഇൻസ്റ്റാൾ ആയെന്നറിയാൻ ലോക്കൽ ഹോസ്റ്റ് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ആ സെർവറിനകത്താണ് നമ്മൾ സെർവറിനകത്ത് HT docs എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മുടെ ഫയൽ കൊണ്ടിടുന്നത്. അപ്പോൾ ആ ഫയൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലോക്കൽ ഹോസ്റ്റ് /test.php ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പം അടുത്ത മൂന്നാമത്തേത് MySQL ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ്. MySQL ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോവുക, അത് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഇങ്ങനെ വേണമെന്നില്ല, MySQL ഡെവലപ്പർ വെബ് പേജിൽ പോകാമെന്ന് എഴുതിയാൽ മതി. ഗോ ടു MySQL വെബ്, അല്ലെങ്കിൽ ഡൗൺലോഡ് MySQL ഇൻസ്റ്റാളർ എന്ന് എഴുതിയാലും മതി. ക്ലിക്ക് ഓൺ ഡൗൺലോഡ് ബട്ടൺ, സേവ് ദ ഇൻസ്റ്റാളർ ഫയൽ ഓൺ യുവർ സിസ്റ്റം, റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഡൗൺലോഡ് ഇൻസ്റ്റലേഷൻ ഫയൽ ആൻഡ് ക്ലിക്ക് റൺ. MySQL ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്, അതിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യുക, സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, റൺ കൊടുക്കുക. സെലക്ട് ഇൻസ്റ്റാൾ MySQL പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആദ്യത്തെ സ്ക്രീനിൽ. എന്നിട്ട് ലൈസൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് പാനൽ ഓൺ ക്ലിക്ക് എക്സിക്യൂട്ട് ചെയ്യുക. ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അതിലൊരു എക്സിക്യൂട്ട് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്താൽ ലേറ്റസ്റ്റ് പ്രൊഡക്ട്സ് എല്ലാം കൂടി ഇൻസ്റ്റാൾ ചെയ്യും. ഓൺ സെറ്റ് ടൈപ്പ് പാനൽ ചൂസ് ദ കസ്റ്റം ഓപ്ഷൻ ആൻഡ് ക്ലിക്ക് നെക്സ്റ്റ്. സെറ്റപ്പ് ടൈപ്പ് എന്ന് പറയുന്നതിൽ ചൂസ് കസ്റ്റം കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ഫീച്ചർ സെലക്ഷൻ പാനലിൽ MySQL സെർവർ 5.6. ഏതെങ്കിലും വെർഷൻ 5.6.x എന്ന് പറഞ്ഞാൽ 6.1 ആവാം, 2 ആവാം, 3 ആവാം, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ക്ലിക്ക് നെക്സ്റ്റ്. നെക്സ്റ്റ് ഓൺ റിമൈനിങ് പ്രോംസ് അണ്ടിൽ ഇൻസ്റ്റലേഷൻ ഈസ് കംപ്ലീറ്റ്. അപ്പോൾ MySQL ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ചെയ്യുക, ലൈസൻസ് ഇൻസ്റ്റാൾ MySQL പ്രൊഡക്ട്സ് കൊടുക്കുക. ഇൻഫർമേഷൻ പാനലിൽ ആക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ്, ലൈസൻസ് ആക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. ലേറ്റസ്റ്റ് പ്രൊഡക്ട്സ് ഫൈൻഡ് ചെയ്യണോ വേണ്ടായോ എന്ന് ചോദിക്കുന്ന സ്ക്രീനിൽ എക്സിക്യൂട്ട് അടിക്കുക. അത് കഴിഞ്ഞിട്ട് കസ്റ്റം ഇൻസ്റ്റലേഷൻ സെലക്ട് ചെയ്യുക. ഫീച്ചർ സെലക്ഷൻ പാനലിൽ MySQL സെർവർ 5.6. ഏതെങ്കിലും ഒരു വേർഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ MySQL ഇൻസ്റ്റലേഷനായി. ഇനി MySQL കോൺഫിഗറേഷൻ, ഇത് ഈ സിലബസിൽ ഡിസ്ക്രൈബ് ഹൗ അപ്പാച്ചെ MySQL ആൻഡ് PHP ആർ ഇൻസ്റ്റാൾഡ് ആൻഡ് കോൺഫിഗേർഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ കോൺഫിഗേർഡ് ഒക്കെ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ബാക്കിയെല്ലാം കോൺഫിഗറേഷൻ അതിനോട് തന്നെ കഴിയും. അതായത് അപ്പാച്ചെ സെർവർ ഇൻസ്റ്റാൾ ചെയ്താൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻ അതോടെ കഴിഞ്ഞു. PHP സെർവർ ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗറേഷൻ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്യും, കഴിഞ്ഞാൽ അത് കഴിഞ്ഞു.
MySQL മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കോൺഫിഗറേഷൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് 3 സ്ഥലത്ത് ചെയ്യാനുണ്ട്, 3 പേജിൽ ചെയ്യാനുണ്ട്. 1.3-ലും 2.3-ലും 3.3-ലും ചെയ്യാനുണ്ട്. ഇത് 3 ഞാൻ പറയുന്നില്ല, നിങ്ങൾ പഠിക്കണമെന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് ഭയങ്കര തിയറിയാണ്, ഇത് ഓർത്തിരിക്കാൻ, ഇതിൻ്റെ ഓരോ പോർട്ടുകളും കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാൻ പാടാണ്. താല്പര്യമുള്ളവരൊന്ന് വായിച്ച് നോക്കി എഴുതിയെടുത്തോളുക. ഇത് ഫസ്റ്റ് പേജ് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഇത് രണ്ടാമത്തെ പേജിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ പേജിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, ഫിനിഷ് അടിക്കുക. അപ്പോൾ MySQL എന്ന് പറയുന്ന സാധനം എന്തായി, കോൺഫിഗേർഡായി. വേണമെങ്കിൽ എഴുതിയെടുക്കുക. ഞാൻ പേഴ്സണലി വലിയ താല്പര്യപ്പെടുന്നില്ല. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള, കോൺഫിഗർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി തന്നെ കാര്യമില്ല, കാരണം ഭയങ്കര തിയറി അല്ലേ. അപ്പോൾ അഥവാ ചോദിക്കുകയാണെങ്കിൽ തന്നെ എക്സ്പ്ലെയിൻ ഹൗ PHP ആൻഡ് MySQL ആൻഡ് Apache ആർ ഇൻസ്റ്റാൾഡ് എന്നൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് 3 പാക്കേജും 3 കൂടെ ഒന്നിച്ച് പാക്കേജായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണെങ്കിൽ അത് എഴുതുക. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 3 സ്റ്റെപ്പ് എഴുതുക. ഇതൊരു ഏകദേശമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ചോദിക്കുവാണ് മറ്റേ ഓപ്ഷൻ നമുക്ക് അറിയാൻ മേലാതെ വന്നാൽ എഴുതാൻ പാകത്തിനൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇൻസ്റ്റലേഷൻ സിമ്പിളാണ്, പക്ഷെ അതിങ്ങനെ ഓർത്തിരിക്കുക ഓരോ സ്റ്റെപ്പായിട്ട്. എല്ലാം തുടങ്ങുന്നത് ആദ്യം ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക, കോൺഫിഗർ ചെയ്യുക. ഓരോന്നിലും ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ച് ഓർത്തിരിക്കുക. കോൺഫിഗറേഷൻ, MySQLൻ്റെ കോൺഫിഗറേഷൻ പഠിക്കണമെന്ന് പ്രത്യേകം താല്പര്യമുള്ളവർ ഇത്രയും ഭാഗം കൂടെ പഠിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ PHP ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഈ ഭാഗം, അതിനകത്താണ് വരുന്നത്. ഇനി PHP സ്ക്രിപ്റ്റ് വെബ് പേജിൽ എംബഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. PHP സ്ക്രിപ്റ്റ്. അപ്പോൾ നമുക്കൊരു സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ലിനക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിൽ ഒറ്റ കമാൻഡ് മതി. ഈ ഒരു കമാൻഡ് മാത്രം മതി. ഈ ഒരു കമാൻഡ് കൊണ്ട് ഇൻസ്റ്റാൾ ആവും. sudo apt-get install lamb server. ലാമ്പ് ഞാൻ പറഞ്ഞില്ലേ, L എന്ന് പറഞ്ഞാൽ ലിനക്സ് ആണ്, Apache, MySQL, PHP 3 കൂടെ ഉള്ള സെർവർ എന്ന് പറയുന്ന പാക്കേജ് ഇട്ടിട്ട് ഈ ഒരു സിമ്പിളും കൂടി ഇടുക, എൻ്റർ അടിക്കുക, സാധനം ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ആവും. വേറെ ഒരു കോൺഫിഗറേഷൻ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട ലിനക്സിൽ. മുമ്പേ ഞാൻ പറഞ്ഞു തന്ന ഈ തിയറി പാർട്ട് പറഞ്ഞു തന്ന വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലിനക്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് W3 സ്കൂൾസിൻ്റെ പേജ് എടുത്തിട്ട് അതിൽ PHPയുടെ പ്രോഗ്രാം ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ PHP ഞാനിപ്പം ആ സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലിനക്സിൽ മൈ കമ്പ്യൂട്ടറിൽ പോയ വാറിനകത്ത് www എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് HTML എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ കൊണ്ട് ഇടണം ഫയൽ. നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്തപ്പം എന്താ ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു, C പ്രോഗ്രാം ഫയൽസ് Apache സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ Apache വേർഷൻ Apache 2 ആണെങ്കിൽ അത് HT ഡോക്യുമെൻറ്റ്സിനകത്ത് test.php എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫയൽ കൊണ്ട് ഇടേണ്ടത്. ഇങ്ങനെ ഒരു ഫയലിൽ റൈറ്റ് ചെയ്ത് test.php എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് അത് ഇവിടെ കൊണ്ടിടണമെന്നാണ് പറഞ്ഞത്. ലിനക്സിലാണെങ്കിൽ അത് കൊണ്ടിടേണ്ട സ്ഥലം ഇതാണ്. വാറിനകത്ത് www-നകത്ത് HTML. ഇതാണ് ലോക്കൽ ഹോസ്റ്റ് നോക്കുന്നത് ഇവിടെ സാധനം ഉണ്ടോ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ കൊണ്ട് ഫയൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ സെർവറിൽ പോവാണ്. ഇതാണ് എൻ്റെ സെർവർ, ലോക്കൽ ഹോസ്റ്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു പേജ് കൊടുത്തിട്ടുണ്ട്, ലോക്കൽ ഹോസ്റ്റ് /php only hello world.php ഇങ്ങനെ ഒരു പേര് കൊടുത്തേക്കുവാണ്. ഇത് ഇവിടെ കിടക്കുന്ന ഒരു ഫയലാണ്. വാർ www HTML-നകത്ത് കൊടുത്തിട്ടുണ്ട് php only hello world.php. അപ്പോൾ ഫയൽ കാണിച്ചു തരാം. ഇതാണ് വളരെ സിമ്പിൾ ഹലോ വേൾഡ് പ്രോഗ്രാമാണ്. PHP കോഡ് എപ്പോഴും നമ്മൾ PHP എന്നുള്ള ടാഗിനകത്തായിരിക്കും ഇടുന്നത്. PHP എന്നുള്ള ടാഗ് ക്വസ്റ്റ്യൻ മാർക്ക് വേണം ആദ്യം, അത് കഴിഞ്ഞിട്ട് PHP എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ടാണ് ആ ടാഗിനകത്ത് കൊണ്ട് PHP കോഡ് എഴുതുന്നത്. അതുപോലെ തന്നെ എൻഡ് ചെയ്യുമ്പം PHP വീണ്ടും എൻഡിങ് ടാഗായിട്ട് കൊടുക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കും ഇതും മാത്രമേ ഉള്ളൂ. അതാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു PHP പ്രോഗ്രാം. ഇത് റൺ ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്, PHP ഹലോ വേൾഡ് എന്ന് പറയുന്ന സാധനം കണ്ടത്. അതാണ് ഈ എഴുതിയിരിക്കുന്ന PHP ഹലോ വേൾഡ് ആണ്. ഇത് വളരെ സിമ്പിൾ. എക്കോ എന്ന് പറയുന്നത് PHPയിലുള്ള ഒരു കമാൻഡാണ്. printf-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡാണ്. അതായത് ഔട്ട്പുട്ട് ചെയ്യും വാല്യൂ.
ഇപ്പം നമ്മൾ സിയിൽ പ്രിന്റ് എഫ് എഴുതിയ വാല്യൂ ഔട്ട്പുട്ട് ചെയ്യും എന്ന് പറയുന്ന പോലെ തന്നെ, അല്ല സി ഔട്ട്, C++ലാണ് സി ഔട്ട് എന്ന് പറയുന്ന കമാൻഡ് ഔട്ട്പുട്ട് ചെയ്യും എന്ന് പറയുന്ന പോലെ PHPയിൽ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് എക്കോ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. ഇതിനകത്ത് എന്താണോ എഴുതിയിരിക്കുന്നത് അത് അതേപടി പുറത്തേക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ PHP പേജിലേക്ക് പോകും. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .php എന്ന് കൊടുക്കുക. ഫയൽ എവിടെ കൊണ്ടിടുക? വിൻഡോസിലാണെങ്കിൽ അപ്പാച്ചയുടെ ഒരു ഫോൾഡർ ഉണ്ടാവും, അവിടെ കൊണ്ടിടുക. ലിനക്സിലാണെങ്കിൽ വാറിനകത്ത് www-നകത്ത് HTML എന്ന് പറയുന്ന ഫോൾഡറിൽ കൊണ്ടിടുക. പേജ് എടുത്തിട്ട് ഇതിൽ കാണിച്ചു തരാം. ഇതിൽ ചുമ്മാ ഡബിൾ ക്ലിക്ക് ചെയ്താൽ റൺ ആവില്ല. മറ്റേ നമ്മൾ ചുമ്മാ ഡബിൾ ക്ലിക്ക് ചെയ്ത് വെബ് പേജിലെടുത്താൽ ഔട്ട്പുട്ട് കാണാൻ പറ്റുമായിരുന്നു. PHP പേജ് അങ്ങനെ റൺ ആവില്ല. എടുക്കേണ്ടത് കണ്ടോ, യുവർ ഫയൽ വാസ് നോട്ട് ഫൗണ്ട് വേർ www.php എന്ന് പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെ എററേ കാണിക്കുള്ളൂ. ഇത് റൺ ചെയ്യുന്നത് ഇങ്ങനെയല്ല, ഓർത്തിരിക്കുക. ലോക്കൽ ഹോസ്റ്റ് / ഫയൽ നെയിം കൊടുക്കുക. ഫയൽ ഈ ഫോൾഡറിൽ ഉണ്ടായിരിക്കണം, ഞാൻ മുമ്പേ കാണിച്ച ഫോൾഡറിൽ ഉണ്ടായിരിക്കണം. റൺ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. PHP എന്ന് പറയുന്ന ടാഗിനകത്താണ് ഇടേണ്ടത്. PHP എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുക്കണം, ആ ഫോൾഡറിൽ കൊണ്ടിടണം. ലോക്കൽ ഹോസ്റ്റ് / ഫയൽ നെയിം എന്ന് പറഞ്ഞ് ആക്സസ് ചെയ്യണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ലാബിൽ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ ലാബ് എക്സാം നടത്തുന്ന സമയത്തും പിള്ളേർ എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. കാരണം റെക്കോർഡ് നോക്കി പ്രോഗ്രാം വായിച്ച് കാണാതെ പഠിച്ച് അടിപൊളിയായിട്ട് വരും. എന്നിട്ട് PHP കോഡെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. എല്ലാം റൺ ചെയ്ത് .php ഫയലായിട്ട് സേവ് ചെയ്യും. എന്നിട്ട് നമ്മൾ റൺ ചെയ്യാൻ പറയുമ്പോൾ ഇവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് പറയും സാറേ കമ്പ്യൂട്ടറിന് പ്രശ്നമാണ്, റൺ ആവുന്നില്ല. കണ്ടോ, ഞാൻ എൻ്റെ കോഡ് കറക്റ്റാണ്, കോഡിനകത്ത് തെറ്റൊന്നുമില്ല. ഓപ്പൺ ചെയ്തൊക്കെ കാണിക്കും നമ്മളിങ്ങനെ, ഓപ്പൺ വിത്ത് ചെയ്യാൻ. കണ്ടോ സാറേ എൻ്റെ കോഡ് കറക്റ്റാണ്, പക്ഷെ വർക്കാവുന്നില്ല എന്ന് പറയും. വർക്കാവുന്നില്ലാത്ത എന്തുകൊണ്ടാണ്? ഇത് PHP കോഡാണ്. സെർവർ വഴിയേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേണം റൺ ചെയ്യാൻ. ഇനി അപ്പോൾ PHP നമുക്ക് വെറുതെ PHP ഫയലായിട്ട് സേവ് ചെയ്യാം. ഇനി PHP സാധാരണ നമ്മൾ ഒരിക്കലും PHP മാത്രമായിട്ട് ഒരു സ്ഥലത്ത് യൂസ് ചെയ്യാറില്ല, അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇപ്പം കാണിച്ച എക്സാമ്പിളിൽ അങ്ങനെയാണ്, PHP മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല, HTML ഒന്നുമില്ല. പക്ഷേ സാധാരണ എപ്പോഴും HTML-ന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യാറ്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്, സിലബസിൽ അടുത്ത ടോപ്പിക്ക് പറഞ്ഞേക്കുന്നതാണ്. ഡിസ്ക്രൈബ് ഹൗ PHP സ്ക്രിപ്റ്റ് ഈസ് എംബഡഡ് ഇൻ വെബ് പേജ് ആൻഡ് എക്സിക്യൂട്ടഡ്. എങ്ങനെയാണ് PHP വെബ് പേജിൽ എംബഡ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുമാണ് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പിക്ക്. ഇതാണ് ഓൾദോ ഇറ്റ് ഈസ് പോസിബിൾ ടു റൈറ്റ് ആൻഡ് റൺ സ്റ്റാൻഡ് അലോൺ PHP പ്രോഗ്രാംസ്, മോസ്റ്റ് PHP കോഡ്സ് ഈസ് എംബഡഡ് ഇൻ HTML ഓർ XML ഫയൽസ്. ഒന്നെങ്കിൽ HTML അല്ലെ XML ആയിരിക്കും സാധാരണ ഇടുക. പ്രോസസ്സിംഗ് സച്ച് ഡോക്യുമെൻറ്റ്സ് ഇൻവോൾവ് റീപ്ലേസിംഗ് ഈച്ച് ചങ്ക് ഓഫ് PHP. അത് ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. ഇത് നമ്മൾ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നതെങ്കിലും ഇത് ഞാൻ പറഞ്ഞല്ലോ, ഡെവലപ്പർ വെബ് കൺസോൾ ഇൻസ്പെക്ടർ. ഇത് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ എഴുതി എന്താണ്, ഇത്രയും കാര്യം എഴുതിയിട്ടുള്ളൂ, PHP എക്കോ എന്ന് എഴുതിയിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു സെർവറിൽ റണ്ണ് ചെയ്ത് അതിൻ്റെ റിസൾട്ടാണ് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഈ PHP കോഡ് ബ്രൗസറിൽ കാണാൻ പറ്റില്ല. ബ്രൗസറിൽ ഇതിൻ്റെ റിസൾട്ട് HTML കോഡായിട്ടായിരിക്കും വരുന്നത്, ആ HTML കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ റൺ ചെയ്ത പേജ് ഇതാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടില്ലേ, ഒരു HTML വന്നു, ഹെഡ് വന്നു, അതിനകത്ത് ബോഡിക്കകത്ത് PHP ഹലോ വേൾഡ് എന്ന് പറയുന്ന സാധനം വന്നു. ഇത്രയും സാധനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പ്രോസസ്സിംഗ് സച്ച് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ച് ഡോക്യുമെൻറ്റ്സ് വേണ്ട, പ്രോസസ്സിംഗ് PHP ഫയൽസ് ഇൻവോൾവ് റീപ്ലേസിംഗ് ഈച്ച് ചങ്ക് ഓഫ് PHP കോഴ്സ്. ചങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചങ്ക് ബ്രോ അതല്ല, ഈച്ച് ചങ്ക് PHPയുടെ ഓരോ പാർട്ടും ഓരോ എഴുതിയേക്കുന്ന ഈച്ച് ചങ്ക് ഓഫ് PHP സോഴ്സ് കോഡ് with the output it produces when executed. Processing PHP file involves replacing each chunk of PHP source code with the output it produces when executed. അപ്പോൾ PHP ഫയൽ പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ PHP ഫയൽ റൺ ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് HTML ആയിരിക്കും. ആ HTML ആയിട്ട് റീപ്ലേസ് ചെയ്തായിരിക്കും ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നത്. PHP കോഡ് ഈസ് എൻക്ലോസ്ഡ് വിതിൻ സ്പെഷ്യൽ PHP ടാഗ്സ്. PHP കോഡ് PHP ടാഗിനകത്താണ് എൻക്ലോസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കണ്ടേക്കുന്നത്, ഈ PHP ടാഗിനകത്താണ് എൻക്ലോസ് ചെയ്യുന്നത്. Within PHP, when a visitor opens
When a visitor opens the page, the server processes the PHP code and then sends the output, not the PHP code itself. അതാണ് മുമ്പേ പറഞ്ഞത്. ഒരു വെൻ വിസിറ്റർ നമ്മൾ കൊടുക്കുകയാണ് www.facebook.com എന്ന് കൊടുത്താൽ അത് എസെൻഷ്യലി ഒരു PHP പേജ് ആയിരിക്കും. പക്ഷേ നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് HTML പേജ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. കാരണം ഈ പ്രോഗ്രാം PHP കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിലാണ്. സെർവറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന HTML ആണ് ഇങ്ങോട്ട് സെൻഡ് ആകുന്നത്. Anything in the PHP script that is not contained within the PHP tag. PHP ടാഗിനകത്ത് അല്ലാതെ കാണുന്നതെല്ലാം PHP കമ്പൈലർ ഇഗ്നോർ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്ക് HTML-നകത്ത് PHP ഇടാന്ന് പറഞ്ഞ് HTML ഇടയ്ക്ക് PHP ഇട്ട് കൊടുക്കുക. അപ്പോൾ PHP ടാഗിനകത്ത് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ PHP provides 4 different ways to do so. ഇതോടെ നിൽക്കട്ടെ, ഇത് വേണ്ട. Anything in the PHP script that is not contained within the PHP tag is ignored by the PHP compiler and passed directly to the web browser. അപ്പോൾ PHP ടാഗിനകത്തുള്ളതെല്ലാം PHP കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യും, അതിൻ്റെ റിസൾട്ട് HTML ആക്കും. ഇനി PHP ടാഗിനകത്ത് അല്ലാതെ ആ ഫയലിൽ പല കാര്യങ്ങളും കിടപ്പുണ്ടാവും, അതെല്ലാം അതേപടി തന്നെ സെൻഡ് ചെയ്യും. അപ്പോൾ ഇതൊരു സാമ്പിൾ സിമ്പിൾ HTML പേജാണ്. ഇതൊരു HTML-നകത്ത് PHP ഇട്ടേക്കുന്നതാണ്. HTML-നകത്ത് PHP ഇട്ടാണ് സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇത് പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. HTML ഹെഡ് ബോഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. H1 ടാഗ് ഉണ്ടാവും, H6 ടാഗ് ഉണ്ടാവും. എന്നിട്ട് PHP കോഡ് ഇട്ടേക്കുകയാണ്. PHP കോഡ് ഇട്ടേക്കുന്നത് എന്താണ്? PHP $PHP, അതുപോലെ PHPയുടെ എൻഡിങ് ടാഗ്, PHPയുടെ ഓപ്പണിംഗ് ടാഗ്, എക്കോ ഹലോ വേൾഡ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാം. Ways to insert PHP code in HTML using PHP tag hello world. ഇത് H1 എന്ന് പറയുന്ന ടാഗാണ്. H1 എന്ന് പറയുന്ന ടാഗ് ഇവിടെയുണ്ട്. ഇനി H6 എന്ന് പറയുന്ന ഈ ടാഗ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂസിങ് PHP ടാഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ PHP എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ റിസൾട്ടും ഒരു HTML ആയിട്ട് ഇങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ വെബ് ഡെവലപ്പർ അവിടെ പോയി. വെബ് ഡെവലപ്പർ ഇൻസ്പെക്ടർ എടുത്താൽ ഇത് കണ്ടില്ലേ, H1 ടാഗ് ഉണ്ട്, H6 ടാഗ് ഉണ്ട്. അതിൻ്റെ അടിയിൽ ഹലോ വേൾഡ് എന്ന് പറയുന്ന PHP എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ റിസൾട്ടും ഉണ്ട്. ഇതാണ്. ഇത് പല രീതിയിൽ നമുക്ക് PHP കോഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡാണ് ഈ പറഞ്ഞേക്കുന്ന PHP ടാഗ് ഉപയോഗിച്ചിട്ട്. രണ്ടാമത്തേത് യൂസിങ് ഷോർട്ട് ടാഗ് ഉപയോഗിക്കുക. അതായത് എപ്പോഴും ഈ PHP അതായത് HTML-നകത്ത് പല സ്ഥലത്ത് നമുക്ക് PHP ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ പല സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. എപ്പോഴും PHP എന്ന് ടൈപ്പ് ചെയ്യാതെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ PHP ഒഴിവാക്കിയിട്ടുള്ള ഒരു ടാഗുണ്ട്. ഇതിനാണ് ഷോർട്ട് ടാഗ് എന്ന് പറയുന്നത്. ഇത് ബൈ ഡിഫോൾട്ട് ഡിസേബിൾഡ് ആയിരിക്കും. php.ini എന്ന് പറയുന്ന സ്റ്റൈലിനകത്ത് ഷോർട്ട് ഓപ്പൺ ടാഗ് ഓൺ എന്നാക്കി കൊടുക്കണം. ബൈ ഡിഫോൾട്ട് അതിങ്ങനെ ഓഫ് എന്നായിരിക്കും കിടക്കുന്നത്. എൻ്റെ ഇതിലെ ഫയൽ സേവ് ചെയ്യാനായിട്ട് പെർമിഷൻ എററുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ കാണിച്ചു തരാൻ മാർഗ്ഗമില്ല. അത് എനേബിൾഡ് ഓൺ ആക്കിയാൽ മാത്രമേ ഉള്ളൂ അത് ഈ ഫയൽ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് ഉള്ളത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് യൂസിങ് സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് PHP ഇമ്പോർട്ട് ചെയ്യാം. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു PHP, ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്ത് നമുക്ക് ചെയ്യാം. അതുപോലെ അത് അങ്ങനെ കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് PHP സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഇത് വേറൊരു മെത്തേഡാണ്. പക്ഷേ ഇതും ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നില്ല. ഇത് ഞാനൊരു സൈറ്റ് നോക്കിയപ്പോഴത്തേക്കും ആ സൈറ്റ് ഇങ്ങനെ മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തിയറി പാർട്ടിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇത് മാത്രമേ ഔട്ട്പുട്ടിൽ കാണാൻ പറ്റുള്ളൂ. കണ്ടോ, യൂസിങ് PHP ടാഗ് ഹലോ വേൾഡ് വന്നു. പിന്നെ യൂസിങ് ഷോർട്ട് ടാഗ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തു. ഇത് കാണാൻ പറ്റാത്തത് PHP INI ഫയലിൽ ഇത് ഓഫായി കിടക്കുന്നതുകൊണ്ട് ഓണാക്കി സേവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ അടിയിലുള്ള എലമെൻറ്റ് കാണിക്കാത്തത്. അതുപോലെ തന്നെ അപ്പോൾ ഇത് കാണിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. ഇതത് എനേബിൾഡ് ആക്കി കൊടുത്താലേ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം XML-ഉമായിട്ട് കൊളീഷൻ വരാതിരിക്കാനായിട്ടാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് പോകണ്ട. 3 ways to insert PHP കോഡ്. ഒന്ന് യൂസിങ് PHP ടാഗ്, രണ്ടാമത്തേത് യൂസിങ് ഷോർട്ട് ടാഗ്, മൂന്നാമത്തേത് യൂസിങ് സ്ക്രിപ്റ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇതും ഡ്യൂ ടു സം റീസൺ വർക്ക് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ പുതിയ വെർഷനിൽ വർക്ക് ചെയ്യാത്തായിരിക്കും. പക്ഷേ ഇത്രയും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. തിയറിക്കായിട്ട് ലാബ് ഇത് ചെയ്ത് നോക്കണ്ട. ലാബിൽ നമ്മളെപ്പോഴും ഈ വെർഷൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യും. അപ്പം എങ്ങനെയൊക്കെ ഇൻസേർട്ട് ചെയ്യാം
എന്നുള്ള സിലബസിൽ പറഞ്ഞേക്കുന്ന പാർട്ടാണ്. സ്ക്രിപ്റ്റ് ഈസ് എംബഡഡ് ഇൻ വെബ് പേജ് ആൻഡ് എക്സിക്യൂട്ടഡ്. ഇനി PHP പറ്റി PHP ലാംഗ്വേജ് എലമെൻറ്റ്സ് പഠിക്കാനുണ്ട്. ഫോം ഹാൻഡ്ലിങ്, സെഷൻ കുക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ PHP ഉപയോഗിച്ച് ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകും. ഈ വീഡിയോ കുറച്ചൊരു 2-3 തവണ കണ്ടേക്കുക, നോട്ടൊക്കെ എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. PHP റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് മതി. PHP ട്യൂട്ടോറിയൽ W3 Schools കൊടുക്കുക. W3 Schools കൊടുക്കുക. ഇവിടെ വരും. ട്രൈ ഇറ്റ് യുവർ സെൽഫ് കൊടുക്കുക. അത് കാര്യങ്ങളൊക്കെ ചെയ്യും. 1 2 3 കൊടുക്കുക. കണ്ടില്ലേ? അതിനനുസരിച്ച് ഔട്ട്പുട്ട് അവിടെ വരും. അപ്പോൾ ഇങ്ങനെ മതി. ഇനി മൊബൈലിൽ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് മൊബൈൽ വഴി ഈ സൈറ്റ് ആക്സസ് ചെയ്തിട്ട് അതിൽ നിന്ന് ചെയ്യാം. അത് പറ്റില്ല എങ്കിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ 1-2 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, എനിക്കൊന്നും നല്ലതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും സജസ്റ്റ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് നോക്കുക. ലിനക്സ് ആയിട്ടുള്ള ഇതിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. 3ഉം കൂടെ ഒന്നിച്ച് ഇൻസ്റ്റാൾ ആവും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫയൽ അവിടെ ഇട്ടാൽ മതി. വിൻഡോസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വാംബോ, സാംബോ, WAMBO അല്ലെങ്കിൽ XAMBO ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് PHP പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാനുണ്ടാവും. അത് ചെയ്യുക. ഇപ്പം തൽക്കാലം ഇതിൻ്റെ നോട്ടൊക്കെ എഴുതിയെടുക്കുക. ഈ ഒരു ഭാഗം മാത്രം ചെറിയൊരു സ്ക്രിപ്റ്റ് ചെയ്ത് നോക്കുക. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.